ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അതെ, നമ്മൾ ഈ കോഫിയുടെ മോളിക്യൂൾസിനെ കുറിച്ചിട്ടും കോഫിയുടെ സ്മെല്ലിനെ കുറിച്ചൊക്കെ നമ്മൾ മുന്നേ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് എൻ്റെ ഡിഫറൻ്റായ ഒരു ടോപ്പിക്കാണ് കേട്ടോ. അതായത് ഇത് കോഫിയുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായ അതിമനോഹരമായ ഒരു ആരോമ എക്സ്പീരിയൻസ്, ഒരു സുഗന്ധാനുഭവത്തിനെ പറ്റിയിട്ടാണ് പറയണത് കേട്ടോ. നമ്മൾ മലയാളികൾ പൊതുവെ ഒരു കോഫി ലവിങ് കമ്മ്യൂണിറ്റി അല്ല. നമ്മുടെ മുഹബത്ത് സുലൈമാനിയോടും അതുപോലെ തന്നെ ഫ്രഷ് മിൽക്ക് ടീയോടൊക്കെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ തന്നെ വളരെ റീസെൻ്റായിട്ടാണ് കോഫി ഡ്രിങ്കിങ്ങിൽ ഒരു ടേസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തത്. പക്ഷെ അതിന് ശേഷം ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ എൻ്റെ ഓഫീസ് ലൈഫ് കഴിഞ്ഞ് ഞാൻ എൻ്റെ പേഴ്സണൽ സ്പേസിലോട്ട് കയറുന്നതിനുള്ള ആ ഒരു ട്രാൻസിഷൻ ഒരു കോഫി ഡ്രിങ്കിങ് റിച്വലിലൂടെ കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോഫി ബീൻസും പിന്നെ അതിൻ്റെ കോഫി ഗ്രൈൻഡിങ് മെഷീനും പിന്നെ കോഫി ഉണ്ടാക്കാനുള്ള മൊക്കാപ്പോട്ടും ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കോഫി ബീൻസ് എടുത്ത് ഇതിൽ നിറച്ച് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് ഇതിൽ നിറച്ച് മറ്റേ സ്റ്റവിൽ കൊണ്ടുവച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ കോഫി ഊർന്ന് വരുന്നത് കാണാനും അത് കുടിച്ചിട്ട് ഇരിക്കുമ്പോഴൊക്കെ ഒരു തെറാപ്പി പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അങ്ങനെ കോഫിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബുക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതിൽ ഹൗ ടു മേക്ക് ദ ബെസ്റ്റ് കോഫി എന്നൊക്കെയാണ് പറയണത്. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോഫി മേക്കിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ V60 എന്ന് പറഞ്ഞിട്ടൊരു കോഫി മേക്കിംഗ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് പറയണത് ജാപ്പനീസ് ആൾക്കാരാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ടെക്നിക്കുള്ള ആൾക്കാരെന്നാണ്. അവരാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പോലെയാണ് പറയണത്. അപ്പോൾ ഈ അടുത്ത് നമ്മുടെ ഷാർജയിൽ ഒരു ജാപ്പനീസ് കോഫി ഷോപ്പ് തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ ക്യൂരിയസ് ആയിരുന്നു അവിടെ പോകാൻ വേണ്ടിയിട്ട്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ഒരു അവരുടെ V60 കോഫി എങ്ങനെയുണ്ടെന്ന് അറിയണം. രണ്ട്, ഈ കോഫി ഷോപ്സ് ബേസ് ചെയ്തിട്ട് ഒരുപാട് നോവൽസ് ജാപ്പനീസ് സാഹിത്യത്തിലുണ്ട്. കുറേയൊക്കെ വിവർത്തനം ചെയ്തതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ക്യൂരിയസ് ആയിരുന്നു. അങ്ങനെ അവിടെ പോയപ്പോൾ അതിമനോഹരമായ ആംബിയൻസ് ആണ് കേട്ടോ. ഭയങ്കര ജാപ്പനീസ് ബാംബു ബേസ്ഡ് ആംബിയൻസ് ഒക്കെയാണ്. അവിടെ ചെന്നപ്പോൾ അവർ നമുക്ക് ഈ V60 ആണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവർ നമുക്കിങ്ങനെ ഇതുപോലുള്ള ഈ പേപ്പേഴ്സ് തന്നു. അപ്പോൾ ഇതിനെ അവർ ടേസ്റ്റിംഗ് നോട്ട്സ് എന്നാണ് പറയുക ബേസിക്കലി. ഇതിലുണ്ടാവുന്ന ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഒറിജിനാണ് കോഫി ബീൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊളംബിയ, ഏത് ആൾട്ടിറ്റ്യൂഡിൽ വളർന്നതാണ് ഈ കോഫി, 1400 to 1600 മീറ്റർ, ഏത് പ്രോസസ്സാണ് ഇതിന് ഈ കോഫി ബീൻസ് യൂസ് ചെയ്തിട്ടുള്ളത്, ഫ്രൂട്ട് ഫെർമെൻറ്റേഷൻ എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്, ഏത് വെറൈറ്റിയാണ്, പിന്നെ ലാസ്റ്റത്താണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കേട്ടോ, ടേസ്റ്റിംഗ് നോട്ട്സ്, റെഡ് ഫ്രൂട്ട്സ്, ഇൻഡൻസ് ബെറീസ്, ഗ്രേപ്സ്, സ്ട്രോബെറീസ് എന്നൊക്കെ. അപ്പോൾ സാധാരണ നമ്മൾ ഈ കോഫിയുടെ സ്മെല്ലുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാവുന്നത് നട്ടി, ചോക്ലേറ്റി, സ്മോക്കി, അതുപോലെ തന്നെ ഡാർക്ക്, ഈ ഒരു സ്മെല്ലുകളാണല്ലോ നമ്മൾ കോഫിയുടെ സ്മെല്ലുമായിട്ട് അസോസിയേറ്റ് പറയാം. എന്നാൽ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സ്മെല്ലുകളാണ് ഇതിൽ, നോട്ട്സാണ് ഇതിൽ പറയണത് കേട്ടോ. വേറൊന്നും നോക്കാം, കൊളംബിയ, അതിൻ്റെ അമരട്ടോ ചെറി, പൈനാപ്പിൾ, കൊക്കോ നിപ്സ് എന്നാണ് പറയണത്. വേറൊരെണ്ണം അതിലും അതിമനോഹരമായ നോട്ട്സാണ്, ഫ്ലോറൽ ജാസ്മിൻ, ബ്ലഡ് ഓറഞ്ച്, ട്രോപ്പിക്കൽ ഫ്രൂട്ട്, ഒരു പെർഫ്യൂമിന് ചേർന്ന സ്മെല്ലുകളൊക്കെയാണ് ഇതിൽ. അപ്പോൾ എന്തായാലും ഈ ഫ്ലോറൽ ജാസ്മിൻ ഉള്ളത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. തന്നെ അത് ഓർഡർ ചെയ്തു. അപ്പോൾ അതിന് ഓർഡർ ചെയ്ത് സംസാരിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു എൻ്റെ കൂടെ. ആളാണ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. സാധാരണ നമ്മൾ ഈ മൾട്ടിനാഷണൽ ഈ കോഫി ചെയിൻസിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഈ എസ്പ്രസ്സോ, അമേരിക്കാനോ, ലാറ്റോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് ഡാർക്ക് റോസ്റ്റഡ് കോഫി ബീൻസാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരുപാട് കാലം കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അത് ഡാർക്ക് റോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിലത്തെ ഈ ഡെലിക്കേറ്റ് ടേസ്റ്റ് നോട്ട്സൊക്കെ എന്താ പറയുക വാനിഷായി പോകും. പിന്നെ ആകെ കിട്ടുക ഈ നട്ടി, ചോക്ലേറ്റി ടേസ്റ്റ് മാത്രമാണ് കിട്ടുക, സ്മോക്കി. നേരെ മറിച്ച് മീഡിയം റോസ്റ്റ് കോഫി ബീൻസ് ഉണ്ട്. അപ്പോൾ ഈ കോഫി ബീൻസിനെ മീഡിയം റോസ്റ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടേസ്റ്റിംഗ് നോട്ട്സ് നമുക്ക് അവർക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നോട്ട്സ് ഉണ്ടാവാനുള്ള കാരണം അത് വളർന്ന ആൾട്ടിറ്റ്യൂഡിൻ്റെയും അത് യൂസ് ചെയ്ത ഫെർമെൻറ്റേഷൻ പ്രോസസ്സിൻ്റെയും ഏത് ടൈപ്പ് ഓഫ് പ്രോസസ്സാണ് അവർ യൂസ് ചെയ്തത് അതൊക്കെ വെച്ചിട്ടാണ് ഈ സ്മെല്ല് നോട്ട്സ് വരുന്നത് കേട്ടോ. എനിവേ, ഈ കോഫി വന്നു. അപ്പോൾ അത് ഒരു പ്രസൻറ്റേഷനൊക്കെ അതിമനോഹരമാണ്, നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റും. എന്നിട്ട് ഈ കോഫി കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ വളരെ ഡാർക്കല്ല, വളരെ ലൈറ്റായിട്ടുള്ള കളറാണ്. അതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായ സ്മെല്ലാണ് കേട്ടോ. ഈ ഫ്ലോറൽ ജാസ്മിൻ നോട്ട്സുള്ള ഈ കോഫി പനാമയിൽ നിന്നുള്ള പനാമ ഗേഷ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അത് മണത്ത് നോക്കുമ്പോൾ അതിമനോഹരമായ സുഗന്ധമാണ്, ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്.
അത് സ്മെൽ ചെയ്തിട്ട് തന്നെ കുറച്ച് നേരം നമുക്ക് ഇനി ഇരിക്കാം. ടേസ്റ്റ് ചെയ്യുമ്പോഴും അതേ ടേസ്റ്റ്, ഈ പറഞ്ഞ പോലത്തെ മനോഹരമായ ടേസ്റ്റ്. നമുക്ക് അവർ ഈ പറഞ്ഞ നോട്ട്സിൽ പറഞ്ഞ ഈച്ച് ആൻഡ് എവരി എലമെൻറ്റ് നമുക്ക് സ്മെൽ ചെയ്യാൻ പറ്റും, ടേസ്റ്റ് ചെയ്യാനും പറ്റും. അങ്ങനെ നമ്മൾ അവിടുന്ന് തന്നെ കൊളംബിയ, അതുപോലെ തന്നെ എത്യോപ്യ, യമൻ, ഈ സ്ഥലങ്ങളിലുള്ള കോഫികളൊക്കെ ട്രൈ ചെയ്തു കേട്ടോ. വളരെ മനോഹരമായ എക്സ്പീരിയൻസ് ആയിരുന്നു, വളരെ യുണീക്കായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഇത് ഷാർജയിൽ സബാക്കു കോഫി ഷോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമാണിത്. അംബാസഡർ സെൻറ്റ് വർക്സിൽ നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് കോഫി നോട്ട്സ് വെച്ചിട്ട് ഉള്ള പെർഫ്യൂം ഇതുവരെ ചെയ്തിട്ടില്ല. ചെയ്യണമെന്നുണ്ട്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഈ ഒരു അനുഭവം എനിക്ക് തന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ പുറത്ത് ഒരു അടിപൊളി ഒരു കോഫി ബേസ്ഡ് പെർഫ്യൂം കൂടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. റെഡി ആകുമ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ അറിയിക്കും ഇൻഷാ അല്ലാഹ്. ഓക്കെ.